അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. അതായത് കുറേ പേര് മെസ്സേജും കമൻറ്റിലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബിഗിനേഴ്സ് സ്റ്റാർട്ടിന് വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആദ്യം അലിഗേറ്റർ ക്ലിപ്പാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് ഞാൻ നല്ല എക്സ്പ്ലെയിൻ ആക്കിയിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ട്. അതായത് നമ്മളെ കയ്യിലിപ്പോൾ ഉള്ളത് ബ്ലാക്ക് ആൻഡ് സിൽവറിൻ്റെ 4.5 സെൻറ്റിമീറ്ററിൻ്റെ ക്ലിപ്പാണ്, അലിഗേറ്റർ ക്ലിപ്പാണ്. പിന്നെ ഇതിൽ കുറേ സൈസായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ കുറേ സൈസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കളേഴ്സും അവൈലബിൾ ആണ്, ഗോൾഡൻ കളേഴ്സും ഉണ്ടാവുന്നു. അപ്പോൾ അത് എൻ്റെ കയ്യിലില്ല. പിന്നുള്ളത് വേണ്ടത് 6000 ഗമ്മാണ് എടുത്തിട്ടുള്ളത്, B6000. അത് B7000 വരുന്നുണ്ട്. രണ്ടും സെയിം തന്നെയാണ് ഗമ്മ്, ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സീസറാണ്. അതിൽ ഗമ്മിട്ട് കൊടുക്കുക. ആദ്യം പകുതിയോളം ഗമ്മാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഒരു സൈഡിലായിട്ട് ഓവൽ സ്റ്റോൺ വെച്ച് കൊടുക്കുക. ചെരിഞ്ഞിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്, എന്നാലും നമുക്ക് 2 സ്റ്റോണ് ഒരേ സ്ഥലത്ത് തന്നെ വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മളെ കൈക്ക് ഗമ്മായാൽ ആ ഓവൽ സ്റ്റോൺ അവിടെ നിൽക്കില്ല, അത് നമ്മളെ കയ്യിൽ തന്നെ പോരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് റെഡി ആക്കി കൊടുക്കാം. ടൂത്ത് പിക്കോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് ചെയ്യുന്നത്. നമുക്ക് ലീഫ് എന്ന രീതിയിൽ 2 സൈഡുമായിട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബിഗിനേഴ്സിനൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ഇത്, പക്ഷേ ഈസിയാണ് ചെയ്യാൻ. ഇതുപോലെ 2 സൈഡിലുമായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇതുപോലത്തെ ഐറ്റംസ് വാങ്ങിച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ എത്ര രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്റ്റോണിന് റേറ്റ് വരുന്നത് 100 സ്റ്റോണിന് 35 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോണിൻ്റെ റേറ്റും പിന്നെ നിങ്ങളെടുത്ത എഫേർട്ടിൻ്റെ റേറ്റും അതേപോലെ നിങ്ങൾക്ക് വന്ന ചാർജും അതൊക്കെ കൂടിയിട്ടുള്ള ഒരു റേറ്റ് എല്ലാം കൂടിയിട്ട് നമുക്കൊരു ലാഭം വെച്ചിട്ട് ആണ് സെയിൽ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ കാർഡിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ആ കാർഡിൻ്റെ ഒക്കെ റേറ്റൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യാത്. ഇതുപോലെ 2 സൈഡിലും ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതുപോലെ ക്ലിപ്പൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഐറ്റംസ് വാങ്ങിച്ചിട്ട് അവർക്കത് എങ്ങനെ സെയിൽ ചെയ്യാനും പിന്നെ അതെങ്ങനെ ഉണ്ടാക്കുന്ന ഡിസൈൻസ് ഒന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇതുപോലത്തെ ഞാൻ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വെച്ചിട്ട് കാണിച്ചു തരുന്നത്. ഈ വീഡിയോയിൽ തന്നെ ഞാൻ 5-6 മോഡൽസ് കാണിക്കുന്നുണ്ട്. നമ്മളിതുപോലത്തെ സ്റ്റോൺസൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് കിട്ടുക. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിപ്പോൾ ഒരു ക്ലിപ്പിൽ തന്നെ 11ഓളം സ്റ്റോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ക്ലിപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ 20-22ഓളം സ്റ്റോൺസ് വരും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ റേറ്റൊക്കെ അനുസരിച്ചിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത്രയും സ്റ്റോൺസ് മതി. ഇത് താഴെ വെക്കുമ്പോൾ അത് ഓവറായിട്ട് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടി വെക്കുക. അപ്പോൾ തന്നെ നമ്മൾ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു 5-10 മിനിറ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം. പിന്നെ അതുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് ഹേർട്ട് ബീഡ്സ് ആണ്. ഇതും വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഡിസൈനാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നല്ല മാച്ചുള്ള 2 കളേഴ്സ് എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് പിങ്കും വൈറ്റും ആണ്. ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ല സിമ്പിളായിട്ടൊരു ഡിസൈനാണ്. ഇത് ആർക്കും വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ 5 ഹേർട്ട് ബീഡ്സ് വെക്കുന്നുണ്ട്.
ഇതിപ്പോൾ 2 ക്ലിപ്പ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, ഓരോ ക്ലിപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. വീഡിയോ നല്ലോണം ലെങ്ത് ആവുന്നുണ്ട്, ഞാൻ ഓരോരോ ക്ലിപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പിന്നെ എടുത്തിട്ടുള്ളത് ഫ്ലവർ ബീഡ്സ് ആണ്. ആദ്യം നമുക്ക് ഗമ്മിട്ട് കൊടുക്കാം. പിന്നെ 2 മാച്ച് വരുന്ന കളേഴ്സ്, അതുപോലെ 2 മാച്ച് വരുന്ന കളേഴ്സ് എടുത്തിട്ട് നമുക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഹോൾസ് ഉള്ള ഭാഗം നോക്കിയിട്ട് അടിയിലാക്കിയിട്ട് വെക്കണം, എന്നാലും നമുക്ക് സൈഡൊന്നും ഹോൾസ് കാണില്ല. ഇതിപ്പോൾ ഹോളുള്ള ഫ്ലവർ ബീഡ്സ് ആയതുകൊണ്ട് നമുക്കതുപോലെ ലെവൽ ചെയ്തിട്ട് സൈഡ് ഹോള് കാണാത്ത രീതിയിൽ വെക്കാൻ നോക്കാം. ഹോള് മുകൾ ഭാഗത്താക്കിയിട്ട് സൈഡ് 2 സൈഡും ഹോള് കാണാത്ത രീതിയിൽ വെക്കാം. അപ്പോൾ ഇതിൽ 4 ബീഡ്സാണ് വെക്കാൻ പറ്റുന്നത്. ഇതുപോലെ മാച്ചായ 2 കളേഴ്സ് വെച്ച് കൊടുക്കുക. അത് നിങ്ങളൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യുക. അതുപോലെ ഞാൻ വേറൊരു ഡിസൈൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ചെയ്യാനുള്ള കുണ്ടൻ സ്റ്റോൺ എൻ്റെ കയ്യിൽ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ മോഡൽ കാണിക്കുന്നത്. ഇതിപ്പോൾ സ്റ്റോൺ വെച്ചിട്ട് ചെയ്ത് തന്നെയാണ്. ഈ സ്റ്റോണ് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കാത്തത്. ഇതുപോലത്തെ കാർഡിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഷോപ്പിലൊക്കെ കൊടുക്കാൻ പറ്റും. ഇനി ഞാൻ കാണിക്കുന്നത് ഗ്ലിറ്റർ ഷീറ്റിൻ്റെയാണ്. 2 ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് ഒരു ബൗ ഉണ്ടാക്കുന്നതാണ്. ഈ ബൗവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് ഞാൻ സെൻറ്റിമീറ്റർ പറഞ്ഞുതരാം. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 സെൻറ്റിമീറ്ററും വിഡ്ത്ത് വരുന്നത് 3 സെൻറ്റിമീറ്ററുമാണ്. ഇതിപ്പോൾ ആദ്യം ചെയ്യുന്നവരൊക്കെ ഇതുപോലെ നമുക്ക് അളവെടുത്തിട്ട് തന്നെ ചെയ്തിട്ട് നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് ഇതിൽ സെൻറ്റിമീറ്ററിൽ മാറ്റം വരുത്താം. ഇതിപ്പോൾ നിങ്ങൾക്ക് എഴുതിയിട്ട് കാണിക്കുന്നത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. 2ലും നമുക്ക് ഇതുപോലെ സിൽവർ കളറും പിങ്ക് കളറാണ്, നല്ല മാച്ചുള്ള കളേഴ്സ് തന്നെ എടുക്കാൻ നോക്കാം. ഇത് 2ഉം അതേപോലെ തന്നെ ചെയ്യാം. 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും വിഡ്ത്തും ലെങ്ത്തും ആയിട്ട് അങ്ങനെ എടുക്കാം. കറക്റ്റ് തന്നെ സെൻറ്റിമീറ്റർ നോക്കാം. ഇത് നമ്മൾ അളവിൽ തെറ്റിയാൽ ആ ബൗവിൻ്റെ ഷേപ്പ് അങ്ങനെ ചേഞ്ച് ചെയ്യും, അതുകൊണ്ടാണ്. എന്നിട്ട് ആ ലൈനിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിൽ വെക്കുന്നതിൻ്റെ ബൗവിൻ്റെ സൈസാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നമുക്ക് സെൻറ്റർ ക്ലിപ്പിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കുറച്ച് വലിയ സൈസാണ് എടുക്കേണ്ടത്. അതിപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിലായിട്ട് ഇങ്ങനെ സാറ്റിൻ ബൗവിൻ്റെയും പിന്നെ കോപ്പർ ബോ വെച്ച് ചെയ്യാൻ പറ്റിയ ഹെയർ ബാൻഡും അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഓരോരോ ക്ലാസ്സിലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. ആദ്യം 2ഉം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബോ, ഇപ്പോൾ നമ്മൾ പിങ്കിൻ്റെ മിഡിൽ വരെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മിഡിലിന് കുറച്ച് താഴെയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ പീസ് എടുത്തിട്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബൗ ചെയ്യുമ്പോൾ നമ്മൾ ചുരുട്ടി കൊടുക്കില്ല, അതുപോലെ ഇങ്ങനെ സ്ക്വയർ പോലെ ആയിട്ട് ചുരുട്ടി കൊടുക്കുക. ഇതുപോലെയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത്. ഇതിന് അളവെടുത്താൽ നമുക്ക് സെയിം തന്നെ ഇതുപോലെ തന്നെ കിട്ടും. വേണ്ടവർക്ക് സിമ്പിളായിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നൂലിൽ ചുറ്റി കൊടുക്കുക. നൂല് ചുറ്റുന്ന ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ടൈറ്റിൽ തന്നെ റബ്ബർ ബാൻഡ് ഇടാം. എന്നാൽ ഇതുപോലത്തെ ബൗ കിട്ടും. നമുക്ക് ആദ്യം ഇത് മിഡിലേക്ക് മാറ്റാം. മിഡിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ചെയ്യാം. നല്ല ടൈറ്റിൽ തന്നെ റബ്ബർ ബാൻഡ് ഇട്ടാൽ നമുക്കിതുപോലെ ബൗ കറക്റ്റായിട്ട് നിൽക്കുക. എന്നിട്ട് നന്നായിട്ട് മിഡിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഡബിൾ കളറിലായിട്ട് നമുക്ക് കിട്ടും. നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതുപോലെ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ വേറെ വേറെ കളേഴ്സ് എടുത്താലാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുക കളറ്. ഇപ്പോൾ ഇത് 2ഉം മാച്ചുള്ള കളറായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതേപോലെ ഈ റബ്ബർ ബാൻഡ് ഇട്ട സൈഡിൽ നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് ഞാനിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ നൂല് ചുറ്റുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ നൂല് ചുറ്റിയിട്ട് ചെയ്യുന്നതാണ്.
എനിക്കിത് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് നൂല് ചുറ്റി ചെയ്യുമ്പോഴാണ്. ഇതുപോലെ നല്ല രീതിയിലാണ് ചുറ്റി കൊടുക്കുക. നൂലാകുമ്പോൾ നല്ല ടൈറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ നൂല് ചുറ്റുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. റബ്ബർ ബാൻഡ് ഇടുമ്പോൾ അത് ചിലപ്പോൾ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇല്ല, എൻ്റെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അത് നിങ്ങളൊന്ന് സൂക്ഷിച്ചിട്ട് ഇതുപോലെ നൂല് ചുറ്റുന്നതാണ് നല്ലത്. ഇതുപോലത്തെ ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്ക് അതിൽ ആദ്യം ഗമ്മിട്ട് കൊടുക്കാം. ആദ്യം ഒരു സൈഡ് ഗമ്മിട്ടിട്ട് അവിടെ ഒട്ടിച്ചിട്ട് അത് സ്റ്റിക്കായതിന് ശേഷമാണ് നമ്മൾ അടുത്തൊരു ഭാഗത്ത് ഗമ്മിട്ട് കൊടുക്കേണ്ടത്. അത് നല്ല ടൈറ്റിൽ പിടിച്ചിട്ട് തന്നെ നമുക്ക് ഇതാക്കാം. പിന്നെ ഇതുപോലെ ഒരു അലിഗേറ്റർ വെച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അവിടെ നിൽക്കും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ബൗവാണ്. അതിൻ്റെ ബാക്കി വന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് കുറച്ച് നേരം അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ചൊട്ടിച്ചാൽ നമുക്ക് നന്നായിട്ട് തന്നെ ബൗ കിട്ടും കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നത് അടുത്ത ബൗ ചെയ്യുന്നതാണ്. അതും അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബൗ ആണിത്. ഇതിൻ്റെയും ഞാൻ സെൻറ്റിമീറ്റർ പറയുന്നുണ്ട്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്ലിറ്റർ ഉള്ള ഭാഗത്തല്ല, അതിൻ്റെ ബാക്ക് ഭാഗത്താണ് നമ്മൾ ഇതുപോലെ സെൻറ്റിമീറ്ററൊക്കെ അളന്ന് എടുക്കേണ്ടത് കേട്ടോ. ഫ്രണ്ടിലാകുമ്പോൾ അതിൻ്റെ ഗ്ലിറ്റേഴ്സൊക്കെ പോവും. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും പിന്നെ വിഡ്ത്ത് 4 സെൻറ്റിമീറ്ററും അതുപോലെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എഴുതിയിട്ട് കാണിക്കാം. ഈ സൈസ് പറഞ്ഞാൽ ഈ സെൻറ്റിമീറ്റർ നമുക്ക് കണക്കായിട്ട് അലിഗേറ്റർ ക്ലിപ്പിൽ എടുക്കാൻ പറ്റിയൊരു സൈസാണിത്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് നല്ല റൗണ്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. കറക്റ്റ് സൈഡ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. റൗണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ കട്ടർ ഉപയോഗിക്കുക. എൻ്റെ അടുത്ത് കട്ടർ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ ആ കട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ കൈയോട് കട്ടായിട്ട് കാണിക്കുന്നത്. ഇതുപോലെ റൗണ്ടാക്കി എടുത്താൽ നമുക്ക് ആദ്യം ഇതൊന്ന് മിഡിലിൽ മടക്കാം. മിഡിലെടുത്തിട്ട് മിഡിൽ ഭാഗത്തേക്കൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് 2 സൈഡിലേക്കും ഒന്നുകൂടെ മടക്കി കൊടുക്കുക. 2 പ്രാവശ്യം മടക്കിയ ശേഷം വീണ്ടും അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ മടക്കി കൊടുക്കുക. 2 പ്രാവശ്യം മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബൗക്ക് നല്ല ചുരുക്കുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നൂല് ചുറ്റി കൊടുക്കാം. അതിൻ്റെ ടൈറ്റിൽ തന്നെ ചുറ്റാൻ നോക്കാം. നമുക്ക് നല്ല ബൗവിൻ്റെ ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് മിഡിലേക്കാക്കി കൊടുക്കാം. നല്ല ചെറിയൊരു ബൗ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റൗണ്ടാക്കിയത് കൊണ്ട് നമുക്കിതിൻ്റെ ഷേപ്പിൽ നല്ല ഒരു ഭംഗിയുണ്ട് കാണാൻ. സ്ക്വയർ ആകുമ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ ചെയ്ത പോലെയാണ് ഉണ്ടാവുക. എന്നിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് മിഡിൽ വെച്ച് കൊടുക്കാം. മിഡിൽ നേരത്തെ സ്റ്റിക്ക് ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു സൈഡിലേക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. അത് നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ചെയ്യാം. നമുക്ക് ഒരു സൈഡ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഗമ്മിട്ടിട്ട് നമുക്കൊരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കത് ഒട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫീഡ്ബാക്കിൽ അറിയിക്കുക. നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഇത് ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ ക്ലാസ് വേണമെങ്കിൽ, പിന്നെ എന്ത് ക്ലാസ് വേണം നിങ്ങൾക്ക്, എന്താണ് കൂടുതൽ ഉപകാരപ്പെടുന്ന ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ കുറച്ച്
ക്ലാസ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഏതാണ് കൂടുതൽ വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം അലിഗേറ്റർ ക്ലിപ്പിൽ ഗമ്മിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ബോ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പും ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇതിപ്പോൾ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് ഡിസൈൻസാണ്, മോഡൽസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ രണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെയ്ത് സെയിൽ ചെയ്യാം. എല്ലാത്തിനെയും ഞാൻ 2 ക്ലിപ്പ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു തവണ ഒട്ടി കിട്ടിയാൽ അത് പിന്നെ അളന്നിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു പേടി വേണ്ട കേട്ടോ. അതുപോലെ ഒട്ടിയിട്ട് അത് ഒട്ടിയാൽ പിന്നെ അത് ഇടുന്നില്ല അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും. ഇതുപോലത്തെ കാർഡ് വെച്ചിട്ട് നമുക്കിത് സെയിൽ ചെയ്യാം. ഷോപ്പിലൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ കാർഡിൽ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. നമ്മളെ പേര് എഴുതി വെച്ചിട്ടുള്ളതോ ഫോൺ നമ്പർ വെച്ചിട്ട് അങ്ങനെ കാർഡ് അടിച്ചിട്ട് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ടവർ നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾ ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ കാർഡ് അടിച്ച് തരുന്നുണ്ട്. ഇതുപോലെ വെച്ചിട്ടൊക്കെ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.